അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മനുഷ്യമക്കളെ, സ്നേഹനിധികളായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മളൊക്കെ ധാരാളം പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരാണ്. ദുനിയാവിലേക്ക് പിറന്നു വീണ ഓരോ മനുഷ്യനും പല പല പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ ധാരാളം കാര്യങ്ങളാണ്, ധാരാളം അനുഭവങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര തന്നെ തിരക്കായിരുന്നാലും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ദുനിയാവിലെ ജീവിതം അത് ശാശ്വതമല്ല. ആഖിറത്തിലെ ജീവിതമാണ് ശാശ്വതം. ആ ആഖിറത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ട് ദുനിയാവിൽ നമ്മൾ ത്യാഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച് ജീവിക്കണം. നമുക്ക് വിഷമമുണ്ടായാൽ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ നമ്മൾ പറയേണ്ടത് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് ശ്വാസോച്ഛ്വാസം നടത്താനുള്ള എല്ലാവിധമായ സംവിധാനങ്ങളും തരുന്ന, നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള വസ്തുക്കൾ നൽകിയ നമ്മുടെ ഖാലിഖായ റാസിഖായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിനെ പൂർണ്ണമായും നമ്മൾ വഴിപ്പെടണം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യമാണ് ദുആ എന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്നത് അത് ഇബാദത്താണ്, ആരാധനയിൽപ്പെട്ടതാണ് ദുആ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നത്, ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജാമിഉ തുർമുദിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അദ്ദുആഉ മുഖുൽ ഇബാദത്തി. ദുആ എന്നത് നമ്മൾ ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുക എന്നത്, അത് വലിയ കാര്യമാണ്. ഇബാദത്തിന്റെ മർമ്മപ്രധാനം അത് ദുആയാണ്. ദുആഇനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ദുആ എന്നത് ഇബാദത്തിന്റെ മജ്ജയാണ്, ആരാധനയുടെ മജ്ജയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ വേണ്ട ഒരു കാര്യമാണ് മജ്ജ എന്നത്. മജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ
അവന്റെ ശരീരം അവൻ ഇച്ഛിക്കുന്നത് പോലെ, അവൻ ആഗ്രഹിക്കുന്നത് പോലെ ആ ശരീരത്തെ പൂർവാധിക ശക്തിയോടുകൂടി കൊണ്ടുവരാൻ, മുന്നോട്ട് ഗമിക്കാൻ കഴിയുകയില്ല. അപ്പോൾ മജ്ജ എന്നത് ശരീരത്തിന്റെ മുഖ്യമായ ഒരു കാര്യമാണെങ്കിൽ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഇബാദത്തിന്റെ മുഖ്യമായ വിഷയം, കാര്യം, മർമ്മപ്രധാനമായത് അത് ദുആയാണ്. പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടോ? നമ്മുടെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് ആ പാപങ്ങൾക്ക് പശ്ചാത്താപം എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ റബ്ബിനോട് ചോദിക്കാറുണ്ടോ? നമ്മുടെ ഹൃദയം വേദനിക്കുന്ന രീതിയിൽ, ഹൃദയം പിടയ്ക്കുന്നതായ രീതിയിൽ വിനയത്തോടുകൂടി, ഭയഭക്തിയോടുകൂടി നമ്മുടെ റബ്ബിനോട് നമ്മൾ ചോദിക്കാറുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം വല്ലാത്ത അത്ഭുതമായ ജീവിതമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം മുത്തുനബിയുടെ മുൻ പിൻ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും പാതിരാത്രിയിൽ നബിത്തങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു. മദീന മരം കോച്ചുന്ന തണുപ്പത്ത് പോലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് അവിടുന്ന് നിന്ന് നമസ്കരിക്കുമായിരുന്നു. സുജൂദിൽ കിടന്നുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുമായിരുന്നു. അവിടുത്തെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ കേട്ട്, ആ ഹൃദയത്തിന്റെ പിടപ്പ്, അതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുമായിരുന്നു, നബിയെ, അങ്ങക്ക് അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ? അങ്ങെന്തിനാണ് നബിയെ ഇത്ര വിഷമിക്കുന്നത്? അങ്ങെന്തിനാണ് പ്രയാസപ്പെടുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഞാൻ എന്റെ റബ്ബിനോട് വിനയമുള്ള ഒരു അടിമയാകണ്ടേ? എന്റെ റബ്ബിന് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവനോട് നന്ദി രേഖപ്പെടുത്തണ്ടേ? നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയെത്രയോ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി രേഖപ്പെടുത്താറുണ്ടോ? ഇല്ലല്ലോ കൂട്ടരെ. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദുആ, ആ ദുആ നബിത്തങ്ങൾ എപ്പോഴും ചെയ്യുമായിരുന്നു. നമ്മളും ഇന്നു മുതൽ ഈ ദുആ നമ്മളും ചെയ്യണം. 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാണ്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായി കൂട്ടമായി ദുആ ചെയ്യുന്നതാണ്. എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഈ ദുആ ധാരാളമായി ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദുആയിൽ ഏറ്റവും അധികമായും മുത്തുനബി അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമായിരുന്നു. ഹദീസിൽ കാണാം, കാന അക്സറു ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികമായും ദുആ, അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഹോദരങ്ങളെ, എത്ര നല്ല ദുആയാണ്! ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കതിന്റെ പ്രതിഫലം നമ്മളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, നമ്മൾ ആ പ്രതിഫലം ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ, നമ്മളുടെ ദുആ എപ്പോഴും ഇതായിരിക്കും. നമ്മൾ പക്ഷേ ഈ തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ദുആകളൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. വളരെ ലളിതമായ ദുആ, നമുക്ക് പഠിക്കാൻ പറ്റുന്നതായ ദുആ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ? നമുക്ക് മനപ്പാഠമാക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കുന്നതായ ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതിനാ
നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ് ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ ഹസനത്തൻ, നന്മയെ നൽകണേ അല്ലാഹ്. എന്തെല്ലാം നന്മകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ചോദിക്കണം. നന്മയായ കാര്യങ്ങളൊക്കെ അല്ലാഹ് നമുക്ക് നൽകും. പക്ഷെ നമ്മൾ ചോദിക്കണം. നമ്മൾ വിനയാനിതരായി, നമ്മൾ ഭയഭക്തിയോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറാകണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. സൂറത്ത് ഗാഫിർ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നബിയെ അവരോടങ്ങ് പറഞ്ഞു കൊടുക്കണം, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബിനോട് ഉദ്ഊനി, നബിയെ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബ് നമുക്ക് ഉത്തരം നൽകുന്നതാണ്. എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചാലേ എന്റെ റബ്ബ് നമുക്ക് ഉത്തരം നൽകുകയുള്ളൂ. നമ്മളാണ് നമ്മുടെ റബ്ബിനോട് ചോദിക്കേണ്ടത്. അവരോടങ്ങ് പറഞ്ഞു കൊടുക്കണം, ഉദ്ഊനി, എന്നോട് ചോദിക്കാൻ. എന്നോട് ചോദിക്കുമ്പോൾ അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് ശേഷം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ആഖിറത്തിലും നാളെ പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മയെ തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പരലോകത്തും നന്മ തരണേ അല്ലാഹ്. എത്രയോ ലളിതമായ ദുആയാണ്. ഈ ദുആ മനപ്പാടമാക്കി നമ്മുടെ ദുആകളിലൊക്കെ ഈ ദുആ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുമാറാകട്ടെ.